വിശദമായ വാർത്തയിലേക്ക്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി NIA റിപ്പോർട്ട്. ഇതര മത നേതാക്കളെ വധിക്കാൻ PFI ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നതായി NIA റിപ്പോർട്ടിൽ പറയുന്നു. ലക്ഷ്യം വെച്ച നേതാക്കളുടെ വിശദവിവരങ്ങൾ കണ്ടെത്താൻ റിപ്പോർട്ടേഴ്സ് എന്ന പേരിലാണ് രഹസ്യസംഘം പ്രവർത്തിച്ചിരുന്നതെന്നും എറണാകുളം NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസ് NIA അന്വേഷിക്കും. ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ഭാഗമായി അറസ്റ്റിലായ PFI നേതാക്കളുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടണമെന്നാവശ്യപ്പെട്ട് എറണാകുളം NIA കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതര പരാമർശങ്ങൾ. വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്നതിനായി പോപ്പുലർ ഫ്രണ്ടിന്റെ പരിശീലനം സിദ്ധിച്ച പ്രവർത്തകർ നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടതിന്റെ തെളിവുകൾ NIA ശേഖരിച്ചു. മതസൗഹാർദ്ദം തകർക്കാൻ വിവിധ മത നേതാക്കളെ വധിക്കാനും പട്ടിക തയ്യാറാക്കി. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തിയാണ് പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസനെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി യൂണിറ്റാകും ശ്രീനിവാസൻ വധക്കേസ് അന്വേഷിക്കുക. കേരളത്തിൽ കൊല്ലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി നടത്തിയ ആദ്യത്തെ കൊലപാതകമെന്ന സംസ്ഥാന പോലീസിന്റെ കണ്ടെത്തലാണ് NIA അന്വേഷണത്തിന് വഴി തുറന്നത്. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ അടക്കം തീവ്രവാദ ശൈലിയുള്ളതായാണ് NIA നിരീക്ഷണം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഉൾപ്പെട്ട കേരളത്തിലെ മുഴുവൻ കൊലപാതക കേസുകളും ദേശീയ അന്വേഷണ ഏജൻസി വിശദമായി പരിശോധിച്ചേക്കും. അൽ ഖൈദ, ലഷ്കർ ഇ തൈബ തുടങ്ങിയ ആഗോള ഭീകര സംഘടനകളിലേക്ക് കേരളത്തിൽ നിന്ന് യുവാക്കളെ എത്തിക്കാൻ റിക്രൂട്ടിംഗ് ഏജൻസിയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ബോധപൂർവമായ ശ്രമം നടത്തിയതിന്റെ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശം ഉണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശികളായ 8 പേർ യമനിലെത്തിയതായി വിവരം. ദുബായിൽ നിന്ന് കാണാതായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ യമനിലെത്തിയതായി ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരിച്ചത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി കുടുംബങ്ങളിൽ നിന്നും വിവരം ശേഖരിച്ചു. ദുബായിൽ നിന്ന് കാണാതായ 8 കാസർഗോഡ് സ്വദേശികൾ കൂടി യമനിലെത്തിയതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമാണ് കണ്ടെത്തിയത്. തൃക്കരിപ്പൂർ സ്വദേശികളായ കുട്ടികൾ ഉൾപ്പെടുന്ന 6 അംഗ കുടുംബവും പടന്ന സ്വദേശികളായ 2 പേരുമാണ് ദുരൂഹ സാഹചര്യത്തിൽ യമനിലെത്തിയത്. വർഷങ്ങളായി ദുബൈയിൽ താമസിച്ചിരുന്ന 6 അംഗ കുടുംബം സൗദി വഴിയാണ് യമനിലെത്തിയത്. പടന്ന സ്വദേശികളിൽ ഒരാൾ സൗദി വഴിയും മറ്റൊരാൾ ഒമാനിൽ നിന്നുമാണ് പോയത്. 4 മാസത്തിനിടയിൽ 8 പേർ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷരായ സംഭവം അന്വേഷിക്കാനായി പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂരിലെത്തി കുടുംബങ്ങളിൽ നിന്ന് വിവരം തേടിയിരുന്നു. 2016 പടന്ന തൃക്കരിപ്പൂർ മേഖലകളിൽ നിന്ന് 4 കുടുംബങ്ങളിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 21 പേർ IS-ൽ ചേർന്നിരുന്നു. തൃക്കരിപ്പൂർ സ്വദേശി അബ്ദുൾ റാഷിദിന്റെ നേതൃത്വത്തിൽ കാബൂൾ വഴിയാണ് ഇവർ യമനിലേക്ക് പോയത്. ഇവരിൽ 7 പേർ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പിന്നീട് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 9 പേർ 2 വർഷമായി അഫ്ഗാൻ സൈന്യത്തിന്റെ തടങ്കലിലാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയിൽ നിന്നും 8 പേർ കൂടി യമനിലേക്ക് കടന്നതോടെ ആശങ്കയിലാണ് കുടുംബാംഗങ്ങളും ഒപ്പം നാട്ടുകാരും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പരാതിക്കാർ ഇല്ലാതെ എടുക്കുന്ന കേസുകളും ഇനി മുതൽ കാപ്പ ചുമത്താൻ പരിഗണിക്കും. പോലീസിന് അമിത അധികാരം നൽകുന്ന നീക്കവുമായി സർക്കാർ. നവംബർ 22-ന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു, DGP അനിൽകാന്ത്, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗത്തിലാണ് കാപ്പയിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനമുണ്ടായത്. യോഗത്തിന്റെ മിനിറ്റ്സ് ന്യൂസ് 18 ലഭിച്ചു. ഏറെ വിവാദമായേക്കാവുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന തീരുമാനത്തിലേക്കാണ് ആഭ്യന്തര വകുപ്പ് നടപടി നീങ്ങുന്നത്. സ്വമേധയായി എടുക്കുന്ന കേസുകളിലും കാപ്പ നടപടികൾ പോലീസിന് സ്വീകരിക്കാം എന്നതാണ് വിവാദ നിർദ്ദേശം. കളക്ടർമാർ അധ്യക്ഷനായ സമിതിയാണ് കാപ്പ അറസ്റ്റുകൾക്ക് അനുമതി നൽകുന്നത്. ഇത് മറികടക്കുന്നതാണ് പുതിയ നിർദ്ദേശം. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, DGP, ജില്ലാ കളക്ടർമാർ എന്നിവർ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഈ വർഷം 734 കാപ്പ അറസ്റ്റുകൾക്ക് അനുമതി തേടിയതിൽ കളക്ടർമാർ അനുവദിച്ചത് 245 എണ്ണം മാത്രമായിരുന്നു. അറസ്റ്റുകൾ സാധിക്കാത്തതിൽ ജില്ലാ പോലീസ് മേധാവിമാർ നേരത്തെ DGPയെ പരാതി അറിയിച്ചു. പുതിയ തീരുമാനപ്രകാരം ദൃക്സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ എടുത്ത കേസുകളിൽ കാപ്പ പ്രകാരം തടങ്കലിൽ വെക്കാം. രാഷ്ട്രീയ സ്വഭാവമുള്ളതെങ്കിലും IPC പ്രകാരം ഗുരുതര കുറ്റകൃത്യമെങ്കിൽ കാപ്പ ചുമത്താം. ഇതും വിവാദമായേക്കാവുന്ന തീരുമാനമാണ്. രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടായാൽ എതിർചേരിയിൽപ്പെട്ടവരെ ഏകപക്ഷീയമായി കാപ്പ കേസുകളിൽ പെടുത്തുമെന്നാണ് വിമർശനം. അപകടകരമായ നീക്കമാണ്. കാപ്പ ചുമത്താൻ ആർക്കെതിരെയും കാപ്പ ചുമത്താൻ പോലീസിന് അമിതമായ അധികാരങ്ങൾ നൽകുന്നത് ശരിയല്ല. കാരണം വളരെ ശ്രദ്ധയോടുകൂടി നടപ്പാക്കേണ്ട ഒരു നിയമമാണ്. ഈ ഗവൺമെന്റ് തന്നെ പല പ്രാവശ്യം ആ ഒരു സാധാരണഗതിയിൽ ഈ നിയമത്തിന്റെ ഉദ്ദേശത്തെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പലർക്കെതിരെയും കാപ്പ ചുമത്തി, അനാവശ്യമായി കാപ്പ ചുമത്തി. സർക്കാരിന് ഇഷ്ടമില്ലാത്തവരുടെ
മീതെ ചുമത്തപ്പെടേണ്ട ഒന്നല്ല കാപ്പ. യോഗത്തിൽ കൈക്കൊണ്ട മറ്റു ചില തീരുമാനങ്ങൾ ഇങ്ങനെ: ജാമ്യവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രതി പ്രവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കാപ്പ നിയമപ്രകാരം നടപടിയെടുക്കാം. കോടതിയുടെ തീരുമാനത്തിന് കാത്തുനിൽക്കാതെ തന്നെ നടപടിയെടുക്കാം. കാപ്പ നിയമത്തിന് കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമേ നടപടിക്ക് പരിഗണിക്കാവൂ. ചെറിയ കുറ്റങ്ങൾ പരിഗണിക്കരുത്. കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനെ തടയുന്ന തരത്തിലുള്ളതാണ് നിലവിലെ ജാമ്യവ്യവസ്ഥകളെങ്കിൽ കാപ്പ വകുപ്പുകൾ ചുമത്തേണ്ടതില്ല. ലഹരിമരുന്ന് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ ചെറിയ തോതിൽ ലഹരി വസ്തു പിടികൂടിയാലും ശക്തമായ നടപടി വേണം. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ അഭിഭാഷകയായ കോൺഗ്രസ് വനിതാ നേതാവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് പോലീസ് കേസ്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മല്ലപ്പള്ളി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിരുന്ന വിബിത ബാബുവിനെതിരെയാണ് കേസെടുത്തത്. വിബിതയുടെ അച്ഛൻ ബാബു തോമസിനെയും പ്രതി ചേർത്താണ് എഫ്ഐആർ. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തിരുവല്ലയിലെ അഭിഭാഷകയും കോൺഗ്രസ് വനിതാ നേതാവുമായ വിബിത ബാബുവിനെതിരെയാണ് ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരുവല്ല പോലീസ് കേസെടുത്തുള്ളത്. കടുത്തുരുത്തി സ്വദേശിയായ മാത്യു സെബാസ്റ്റ്യനാണ് പരാതിക്കാരൻ. ഇദ്ദേഹത്തിൽ നിന്നും 14,16,294 രൂപ വിവിധ പല തവണകളായി വാങ്ങിയെന്നുള്ളതാണ് പരാതി. 2019 മുതൽ പല ഘട്ടങ്ങളിലായിട്ടാണ് വിവിധയുടെയും അച്ഛൻ ബാബു തോമസിന്റെയും അക്കൗണ്ടിലേക്ക് ഇദ്ദേഹം പണം നൽകിയിട്ടുള്ളതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ബാബുവിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മല്ലപ്പള്ളി ഡിവിഷനിൽ നിന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ് വിവിധ ബാബു. എന്തായാലും ഈ ആരോപണം പൂർണ്ണമായി വിവിധ ബാബു നിഷേധിക്കുകയാണ്. ഈ പരാതിക്കാരനായ കടുത്തുരുത്തി സ്വദേശി മാത്യു സെബാസ്റ്റ്യന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ഫീസ് ഇനത്തിൽ പണം കൈപ്പറ്റിയിട്ടുള്ളത്. അതുകൂടാതെ തനിക്ക് ചാരിറ്റി പ്രവർത്തനം നടത്തിയതിനും ഇദ്ദേഹം പണം നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി വിവിധ വ്യക്തമാക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ കേസ് വന്നിട്ടുള്ള സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വിവിധയ്ക്കും വിവിധയുടെ അച്ഛൻ ബാബു തോമസിനെതിരെയാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. ശരി, ശശിനാരായണനാണ് വിശദവിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ ഹൃദ്രോഗിയെ ഡിവൈഎസ്പി മർദ്ദിക്കുകയും ബൂട്ടിട്ട് ചവിട്ടുകയും ചെയ്തതായി പരാതി. മലങ്കര സ്വദേശി മുരളീധരനെ മുഖത്തടിച്ചുവെന്നും വയർലെസ് എടുത്ത് എറിഞ്ഞുവെന്നുമാണ് പരാതി. മുരളീധരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മർദ്ദിക്കുന്നത് കണ്ടതായി മുരളീധരനൊപ്പമുണ്ടായിരുന്നയാളും പറഞ്ഞു. ചവിട്ടിയത് തൊടുപുഴയിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡിവൈഎസ്പി സാറ് വയർലെസ് അല്ലേ അത് വെച്ച് എന്റെ നെഞ്ചത്തേക്ക് എറിഞ്ഞു. ചെവിക്കലിന് ഒരു അടിയും കിട്ടപ്പോ ഈ നിൽക്കുന്ന സന്തോഷം പെരുമ്പള്ളിച്ചറയുള്ളൊരു ശിവദാസൻ ചേർന്നും ഞങ്ങളെ മൂന്നിനെയാണ് ഇദ്ദേഹം വിളിച്ച് ഇവിടെ വരുത്തി ഈ സംഭവം ചെയ്തത്. എന്നെ മർദ്ദിച്ചത്. ഇതാണ് ഒരു ഡിവൈഎസ്പിയിൽ നിന്നും എന്നെ പോലെയുള്ള സാധാരണക്കാരന് കിട്ടുന്ന ഒരനുഭവം. നിലവിൽ ഞാൻ ബൈപ്പാസ് സർജറി ചെയ്താണ്. എൻ്റെ നെഞ്ചത്തെ ചവിട്ടിക്കൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര വേദനയൊക്കെ ഉണ്ട്. ഞാനിപ്പം താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പോവാണ്. അതേസമയം ആരോപണം ഡിവൈഎസ്പി നിഷേധിച്ചു. വിവരങ്ങളുമായി സാഗർ ചേരുന്നു. സാഗർ, എന്ത് കാരണത്തിനാണ് മർദ്ദിച്ചതെന്നാണ് ഇയാൾ പറയുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഇന്ന് രാവിലെയായിരുന്നു തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അതായത് തൊടുപുഴ SNDP യൂണിയനിൽപ്പെട്ട വനിതാ നേതാവിനെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അപവാദ പ്രചരണം നടത്തിയെന്ന് ആരോപിച്ച് തൊടുപുഴ യൂണിയൻ SNDP യൂണിയൻ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാനാണ് ഈ മുരളീധരനോടും മറ്റ് 3 പേരോടും തൊടുപുഴ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ എത്തുവാൻ ഡിവൈഎസ്പി ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് മുരളീധരനും മറ്റ് 3 പേരും തൊടുപുഴ സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. മറ്റ് 3 പേരും ഇനി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അപവാദ പ്രചരണം നടത്തുകയില്ല എന്ന് പോലീസിന് ഉറപ്പ് നൽകി. എന്നാൽ മുരളീധരൻ തനിക്ക് 1.5 ലക്ഷം രൂപ SNDP യൂണിയനിൽ നിന്നും പല വർഷങ്ങളിൽ ആയി കിട്ടാനുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയതിനും മറ്റു ഇനത്തിൽ 1.5 ലക്ഷം രൂപ കിട്ടുവാനുണ്ട്. ഇത് കിട്ടും വരെ ഇത്തരത്തിൽ പ്രചരണങ്ങൾ നടത്തുമെന്ന് പോലീസിനോട് പറഞ്ഞു. ഇതിൽ പ്രകോപിതനായാണ് തൊടുപുഴ ഡിവൈഎസ്പി ഇദ്ദേഹത്തെ ഈ മുരളീധരനെ വയർലെസ് സെറ്റ് കൊണ്ട് അടിക്കുകയും ബൂട്ടിട്ട് നെഞ്ചത്ത് ചവിട്ടുകയും മുഖത്തിൽ അടിക്കുകയും ചെയ്തതായി ഇയാൾ ആരോപിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന സന്തോഷം ഇത്തരത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം ഇത് ഡിവൈഎസ്പി ഇത്തരം മർദ്ദനം ചെയ്തതാണെന്നാണ് സന്തോഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ഇത്തരത്തിലൊരു കാര്യം നടന്നിട്ടില്ലെന്ന് തൊടുപുഴ ഡിവൈഎസ്പി പറയുന്നു. മുരളീധരൻ ഡിവൈഎസ്പി ഓഫീസിലെത്തി കസേരയും മറ്റും വലിച്ചെറിയുകയും ഇയാളാണ് ബഹളം ഉണ്ടാക്കിയെന്നാണ് ഡിവൈഎസ്പി പറയുന്നത്. അതോടെ മറ്റു ഉദ്യോഗസ്ഥരോട് ഇയാളെ പിടിച്ചുകൊണ്ട് പോകാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. മർദ്ദിച്ചിട്ടില്ലെന്നാണ് തൊടുപുഴ ഡിവൈഎസ്പി പറയുന്നത്. എന്തായാലും മുരളീധരൻ ഡിവൈഎസ്പി മർദ്ദിച്ചു എന്നുള്ള പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇദ്ദേഹം ഇടുക്കി എസ്പിക്കും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ്. കോടതിയെ സമീപിക്കുമെന്നും ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ
തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ശരി, മലങ്കര സ്വദേശി മുരളീധരനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഹൃദ്രോഗിയാണ് താൻ, തന്നെ ഡിവൈഎസ്പി ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. അതേസമയം ആ പരാതി നിഷേധിച്ചിട്ടുണ്ട് ഡിവൈഎസ്പി. സാഗറാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ബഫർ സോൺ വിഷയത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ. പരാതികൾ നൽകാൻ 2020-21 ഭൂപടം മാനദണ്ഡമാക്കണം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ സർക്കാർ നിർദ്ദേശിച്ചു. ഇന്ന് തന്നെ ഭൂപടം പ്രസിദ്ധീകരിക്കും. സർക്കാർ വെബ്സൈറ്റുകളിലും പഞ്ചായത്തുകളിലും ലഭ്യമാക്കും. തദ്ദേശ വനം റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങളുണ്ടായത്. പരാതികൾ അറിയിക്കാൻ 2020-21 വനംവകുപ്പ് തയ്യാറാക്കിയ സീറോ ബഫർ സോൺ ഭൂപടം മാനദണ്ഡമാക്കണമെന്നാണ് സർക്കാർ തീരുമാനം. 2021 കേന്ദ്രത്തിന് നൽകിയ സീറോ ബഫർ സോൺ ഭൂപടം ഉടൻ പുറത്തുവിടും. ഇതിലേതെങ്കിലും നിർമ്മിതികളോ കൃഷിയിടങ്ങളോ വിട്ടുപോയിട്ടുണ്ടോ എന്ന് വാർഡ് തലത്തിൽ പരിശോധിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകി. വാർഡ് മെമ്പർ, റവന്യൂ അല്ലെങ്കിൽ തദ്ദേശ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് പരിശോധന നടത്തും. ഭൂപടത്തിൽ ഉൾപ്പെടുത്തേണ്ടതായി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധിക വിവരങ്ങൾ ലഭ്യമാക്കാൻ ജനുവരി 7 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഉപഗ്രഹ സർവേ റിപ്പോർട്ട് പൂർണ്ണമായും ഒഴിവാക്കാനാണ് നീക്കം. ഫീൽഡ് സർവേ വേഗത്തിലാക്കാനും പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി. പഞ്ചായത്ത് തലത്തിൽ സർവകക്ഷി യോഗം വിളിക്കാനും സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചു. എന്നാൽ ഇപ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഉപഗ്രഹ സർവേ റിപ്പോർട്ട് നൽകണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശം. കോടതി നിർദ്ദേശിക്കാത്ത റിപ്പോർട്ട് സമർപ്പിച്ചാൽ അത് അംഗീകരിക്കുമെന്ന ആശങ്കയും നിലവിലുണ്ട്. അതുകൊണ്ട് ഉപഗ്രഹ സർവേ റിപ്പോർട്ടിനൊപ്പം 2021 ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടും ഫീൽഡ് സർവേ റിപ്പോർട്ടും സമർപ്പിക്കാനാണ് ആലോചന. അതിനും കോടതിയുടെ അനുമതി വേണ്ടിവരും. ഇക്കാര്യം മുൻനിർത്തി കോടതിയിൽ നിന്ന് സാവകാശം തേടാനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ബഫർ സോണിനെതിരെ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സുപ്രീം കോടതിയിലേക്ക്. വിഷയം ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി ശനിയാഴ്ച യോഗം ചേരും. LDF ഭരിക്കുന്ന പഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന് ഇപ്പോഴും ആശയക്കുഴപ്പമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിധി വന്ന ശേഷമുള്ള സർവേ അല്ല പ്രസിദ്ധീകരിക്കുന്നത്. മാനുവൽ സർവേ ഇപ്പോഴാണോ തീരുമാനിക്കേണ്ടത്? കൃത്യമായ വിവരം കോടതിക്ക് കൊടുക്കണം. ജനനിബിഡ സ്ഥലമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച ബഫർ സോൺ. കോടതിയോട് കുറച്ചുകൂടി സമയം ചോദിച്ച് തീരുമാനം എടുത്തുകൂടെയെന്നും VD സതീശൻ ചോദിച്ചു. ഒരു കമ്മിറ്റി വെച്ചിട്ട് ആ കമ്മിറ്റിയുടെ തലയിൽ വെച്ചു. ആ കമ്മിറ്റിക്ക് 3 മാസം അവര് ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം സ്റ്റാഫും സൗകര്യങ്ങളും ഒക്കെ അനുവദിച്ചു കൊടുത്തത് അവരുടെ കാലാവധി തീരാൻ 2 ആഴ്ച മുമ്പ്. എന്തുകൊണ്ടാണ് 2.5 മാസം എടുത്തത്? ചെയ്യേണ്ടത് സർക്കാരാണ്. വാദമുഖം ഉയർത്തേണ്ടത് സുപ്രീം കോടതിയിൽ. ഈ ബഫർ സോൺ കടുത്ത ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. ഒരു കാരണവശാലും ഇവിടെ ബഫർ സോണായി പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് കൺവിൻസിംഗ് ആയിട്ടുള്ള തെളിവുകൾ നൽകി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതാണ് സർക്കാർ. സാധാരണ ജനങ്ങളാണോ അതിന് പരാതി കൊടുത്ത്? ആരാ പരാതി കൊടുക്കേണ്ടത്? എന്ത് രീതിയിലാണ് പരാതി കൊടുക്കേണ്ടത്? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? വിചിത്രമാണ്. ആളുകൾ ചോദിക്കുകയാണ്, നമ്മളെല്ലാം വിളിച്ച് ചോദിക്കുക, ജനപ്രതിനിധികൾ എന്ത് പരാതിയാണ് സാറ് കൊടുക്കേണ്ടത്? സാധാരണക്കാരനായ ഒരാൾ മാപ്പ് പരിശോധിച്ചിട്ട് അയാളാണോ പരിശോധന കൊടുക്കേണ്ടത്? ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന്റെ ക്രിയാത്മക ഇടപെടലിൽ സന്തോഷമെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ. പുതിയ തീരുമാനങ്ങൾ സ്വാഗതാർഹമാണെന്നും ഫീൽഡ് സർവേ വഴി പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുമെന്നും ബിഷപ്പ് പറഞ്ഞു. ബഫർ സോൺ വനത്തിനുള്ളിൽ തന്നെ നിർത്തണം. നീതി കിട്ടുന്നില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും താമരശ്ശേരി ബിഷപ്പ് പ്രതികരിച്ചു. കേന്ദ്രമന്ത്രിമാരെ പ്രശംസിച്ച PV അബ്ദുൽ വഹാബിനെ തള്ളി മുസ്ലിം ലീഗ്. പരാമർശത്തോട് പാർട്ടി യോജിക്കുന്നില്ല. ഏത് സാഹചര്യത്തിലാണ് പരാമർശമെന്നതിൽ വിശദീകരണം തേടുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, PV അബ്ദുൽ വഹാബിനോട് എന്തുകൊണ്ടാണ് എന്നുള്ളതിൽ വിശദീകരണം ചോദിക്കുമെന്നാണ് ഇപ്പോൾ ലീഗ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസമാണ് V മുരളീധരനെയും അതുപോലെ രാജു ചന്ദ്രശേഖരനെയും പ്രശംസിച്ചുകൊണ്ട് PV അബ്ദുൽ വഹാബ് രാജ്യസഭയിൽ പരാമർശം നടത്തിയത്. ഇതിൽ ലീഗിനുള്ളിൽ തന്നെ വലിയ വിമർശനം ഈ വഹാബിന്റെ ഈ ഒരു നടപടിയോട് ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പാർട്ടി നേതൃത്വം സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഇത്തരത്തിൽ ഒരു വിശദീകരണം ഈ സംഭവത്തിൽ തേടുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരെ പ്രശംസിച്ച് രാജ്യസഭയിൽ PV അബ്ദുൽ വഹാബ് MP നടത്തിയ പരാമർശത്തോട് പാർട്ടി യോജിക്കുന്നില്ല. ഏത് സാഹചര്യത്തിലാണ് പ്രസ്തുത പരാമർശം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കും എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാർത്താക്കുറിപ്പ് ഉള്ളത്. ഇത് പാർട്ടി വളരെ ഗൗരവത്തിൽ എടുക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു നീക്കത്തോട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ
PV അബ്ദുൽ വഹാബ് കോൺഗ്രസ് MP മാർക്കെതിരെ നടത്തിയ പരാമർശത്തെ ലീഗ് എതിർത്തിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടെടുത്തിരുന്നു. പക്ഷേ BJP മന്ത്രിമാരെ പ്രശംസിച്ചുകൊണ്ടുള്ള വഹാബിന്റെ പ്രസ്താവനയെ ലീഗ് നേതൃത്വം തള്ളുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ട് ഇറക്കിയ വാർത്താക്കുറിപ്പിലാണ് വ്യക്തമാക്കിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. സാധാരണ ലീഗ് ജനറൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാർത്താക്കുറിപ്പ് അറിയിക്കുന്നതിൽ ഇത് വളരെ വ്യത്യസ്തമായി വളരെ ഗൗരവത്തിൽ തന്നെ ഈ ഒരു വിഷയം പാർട്ടി എടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവായിട്ടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ തന്നെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രി V മുരളീധരനെ മുസ്ലിം ലീഗ് MP അബ്ദുൾ വഹാബ് പ്രശംസിച്ച് സംസാരിച്ചതിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്ന് VD സതീശൻ. ലീഗ് നേതൃത്വം തന്നെ അതിന് മറുപടി പറയുന്നതാണ് നല്ലത്, അതിനുശേഷം താൻ പ്രതികരിക്കാം. KPCC പ്രസിഡന്റിനെതിരെ MP മാർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി കൊടുക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും സതീശൻ പ്രതികരിച്ചു. അത് ലീഗ് നേതൃത്വം അതിന് പ്രതികരിക്കേണ്ട, അതിനുശേഷം ഞാൻ പ്രതികരിക്കും. ലീഗ് നേതൃത്വമാണ് അതിന്റെ അഭിപ്രായം ആദ്യം പറയുന്നത്. അവരുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ അങ്ങനെ സംസാരിച്ചാൽ ലീഗ് നേതൃത്വം അതിനോട് പ്രതികരിക്കണം, എന്നിട്ട് ഞാൻ പ്രതികരിക്കാം. വഹാബുമായിട്ട് ബന്ധപ്പെട്ടൊരു രണ്ടാമത്തെ വിഷയമാണ് തീർച്ചയായിട്ടും വന്നത്. ലീഗ് നേതൃത്വം അത് പരിശോധിച്ച് അവരൊരു തീരുമാനം എടുക്കട്ടെ. കണ്ണൂർ മട്ടന്നൂരിൽ ഇന്നലെ നാട്ടുകാർ കണ്ടത് പുലിയെ തന്നെയെന്ന് വ്യക്തമായി. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. അയ്യല്ലൂർ കരുവഞ്ചാൽ പ്രദേശത്ത് റബ്ബർ തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടത്. മനു ഭരത് ചേരുന്ന വിവരങ്ങളുമായി. മനു, പുലിയെ തന്നെയാണ് കണ്ടതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ പുലർച്ചെ റബ്ബർ വെട്ടാനുമൊക്കെയായി ഇറങ്ങിയ തൊഴിലാളികളാണ് പുലിയെ പോലെ ഒരു ജീവിയെ കണ്ടു എന്ന തരത്തിൽ വ്യക്തമാക്കിയത്. തുടർന്ന് ഇത് വനം വകുപ്പിനെ അറിയിക്കുകയും വനം വകുപ്പ് അധികൃതർ വന്ന് പരിസരത്തൊക്കെ പരിശോധന നടത്തി. അപ്പോൾ കുറെ മാറി അങ്ങോട്ട് ഒരു കുറുക്കനെ കടിച്ച് കൊന്നിട്ടതായി കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ വേട്ടയാടിയ ഇരയെ തേടി പുലി വീണ്ടും വരും എന്നൊരു നിഗമനത്തിലാണ് ഇന്നലെ വനം വകുപ്പ് എത്തിയത്. അതിനെ തുടർന്ന് ആ കുറുക്കൻ ചത്തുകിടക്കുന്ന കുറുക്കന് ചുറ്റും ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഈ ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറുക്കൻ മരിച്ച അല്ലെങ്കിൽ ചത്തെടുത്ത് ഇന്നലെ വീണ്ടും പുലി എത്തിയിരിക്കുന്നു എന്ന് വനം വകുപ്പിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർ നടപടികളെ കുറിച്ചാണ് വനം വകുപ്പ് ആലോചിക്കുന്നത്. ഈ പുലിയെ തിരിച്ച് കാട്ടിലേക്ക് മടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഏത് തരത്തിൽ വേണം എന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇടയില്ല എന്ന് ഇപ്പോൾ വനം വകുപ്പ് വ്യക്തമാക്കുന്നു. കാരണം ഒരു വേട്ടയ്ക്ക് ശേഷം പിന്നീട് കുറച്ച് സാവകാശം പിന്നീട് കുറച്ച് സമയത്തേക്ക് മറ്റ് മൃഗങ്ങളെ ഒന്നും കൊല്ലില്ല എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഏതായാലും പുലിയെ പെട്ടെന്ന് തന്നെ ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റുന്നതിന് അല്ലെങ്കിൽ അവിടേക്ക് വീണ്ടും വരാതിരിക്കുന്നതിനുള്ള നടപടികളാണ് വനം വകുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ശരി, അയ്യല്ലൂർ കരുവഞ്ഞാൽ പ്രദേശത്താണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. അതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നു. മനു ഭരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ലേഡീസ് ബാൻഡിൽ ഇനി അതിഥി. പഠനം എങ്ങനെയും പൂർത്തിയാക്കി ഒരു ജോലി നേടാൻ ശ്രമിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ജോലി ഉപേക്ഷിച്ച് പഠനം തുടരുക, അതങ്ങനെ വെറുതെ പഠനം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതല്ല. 6 വിഷയങ്ങളിൽ നെറ്റ്, 2 JRF, ഇതെല്ലാം നേടി മലയാളത്തിന്റെ യശസ് ദേശീയ തലത്തിൽ ഉയർത്തി റെക്കോർഡ് നേട്ടം കൈവരിച്ച ഒരു പ്രതിഭ അനീസ് പൂവത്തി. ആ അപൂർവ പ്രതിഭാശാലിയാണ് ലേഡീസ് ബാൻഡ് ഇന്ന് പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. സ്വാഗതം അനീസ് ലേഡീസ് ബാൻഡിലേക്ക്. സ്വാഗതം. താങ്ക് യു. ഒരുപാട് പേർക്ക് പ്രചോദനമാണ് താങ്കൾ. ഇങ്ങനെ ഇത്രയും വലിയ നേട്ടത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കറിയേണ്ട, ഞാൻ ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം താങ്കളുടെ ആ യാത്ര, പഠനത്തോടുള്ളൊരു ലഹരി, അതെപ്പോഴാണ് തുടങ്ങിയത്? ആ യാത്രയെക്കുറിച്ച് പറയൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇടപെട്ട് ചോദിച്ചോളാം. ഓക്കെ. ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ത്രൂ ഔട്ട് കേരള GK-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സാധാരണ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്നുള്ള ക്വിസ് മത്സരങ്ങളിലൊക്കെ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് പലപ്പോഴും നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പല സബ്ജക്റ്റുകളിലായാലും അതായത് അതിൽ ലൈഫിന്റെ അപ്ലിക്കേഷൻ എന്താണ് എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. ക്രമേണ ക്യൂസ് പോലെയുള്ള ഡിഫറെന്റ് ഇൻട്രസ്റ്റിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്തപ്പോഴാണ് ഒരർത്ഥത്തിൽ പഠിക്കുന്നതിന്റെ ഒരു
ഹാപ്പിനെസ് എന്നുള്ളത്, അതായത് അതിന്റെ ഒരു ത്രിൽ, അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് കണ്ടെത്തുന്നത്. അങ്ങനെ കോളേജ് കാലഘട്ടങ്ങളിലാണ് ഞാൻ പഠിക്കുന്നതും, അതായത് ഞാൻ പഠിച്ചിരുന്ന ഡിഗ്രിയുമായി ബന്ധപ്പെട്ട സിലബസും അതിനപ്പുറത്തേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യത്യസ്തമായിട്ടുള്ള ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ നമുക്ക് അറിവുണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അറിവുകൾ പലതും കിട്ടിത്തുടങ്ങിയ സമയത്താണ് നമ്മൾ കളിക്കുന്ന പോലെ തന്നെ, നമ്മളൊരു ഹോബിയെ പോലെ തന്നെ പഠനവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മത്സര പരീക്ഷകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. കാരണം ആദ്യം ഉണ്ടായിരുന്ന ഒരു റിയലൈസേഷൻ എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് ഒരു ബോറിംഗ് ആസ്പെക്ട് അല്ല, നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് ആസ്പെക്ട് മനസ്സിലായി ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ആസ്പെക്ട്, പഠിക്കാൻ നമ്മൾ ഒരുപാട് മെത്തേഡ് പറയാറുണ്ട്, ഉറക്കെ വായിക്കുക, റിവൈസ് ചെയ്യുക, എഴുതി പഠിക്കുക, ഇത്തരത്തിലുള്ള. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദ ബെസ്റ്റ് മെത്തേഡ് ടു സ്റ്റഡി എന്ന് പറയുന്നത് ടീച്ചിങ് ആണ് എന്നുള്ളതാണ്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ കോളേജ് കാലത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള PSC പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് ചെറുതായിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ വ്യത്യസ്ത മത്സര പരീക്ഷകൾ എഴുതുകയും ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ചിലതിന് ഞാൻ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എനിക്ക് ക്ലാസ്സുകളും കോച്ചിങ്ങും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് എന്റെ പഠനം എന്റെ പഠിപ്പിക്കലായിരുന്നു. ഓക്കെ, ഞാൻ ഒരു ടീച്ചർ, ഇപ്പൊ ഞാൻ നെറ്റില് 6 സബ്ജക്റ്റില് ഞാൻ ക്വാളിഫൈ ചെയ്തു, ഒരു ദേശീയ റെക്കോർഡ് കിട്ടി. അതേസമയം ഞാൻ ഇപ്പോൾ ഒരു നെറ്റിന്റെ ഫാക്കൽറ്റിയാണ്, അതിന്റെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോ പഠിപ്പിക്കുക എന്നുള്ളതാണ് ബേസിക്കലി. അതൊരു ഒഫീഷ്യൽ ഒരു സിസ്റ്റത്തിലോ ഒരു ഗവൺമെന്റ് സ്കൂളിലോ ഗവൺമെന്റ് കോളേജിലോ തന്നെ ആവണമെന്നില്ല. നമുക്ക് എല്ലായിടത്തും ഇപ്പൊ വിദ്യാർത്ഥികളുണ്ട്, എസ്പെഷ്യലി ഓൺലൈനിലൊക്കെ നമുക്ക് പഠനത്തിനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു മെത്തേഡ് ഓഫ് പഠനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നു. ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മാതൃകയായിരിക്കണം വിദ്യാർത്ഥികൾക്ക് എന്ന്. താങ്കൾ അതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ മാതൃകയാണ്. എന്നെ പോലെ ആകൂ എന്ന് പറഞ്ഞ അഭിമാനത്തോടെ താങ്കൾക്ക് പഠിപ്പിക്കാം വിദ്യാർത്ഥികൾ. എത്ര പേർക്ക് അത് പറ്റും ഈ കാലത്ത് എന്നുള്ളത് ചോദ്യമായി നിൽക്കുന്നു. താങ്കൾ ഈ പഠിപ്പിക്കുന്ന കാര്യത്തിലേക്ക് വന്നപ്പോൾ, ഈ ഡിഗ്രിക്ക് ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിരുന്നു എടുത്തിരുന്നത്? താങ്കൾ എപ്പോഴും പറഞ്ഞ ഒരു കാര്യം, പഠനം ഒരു ലഹരിയായി മാറുക, അത് കണ്ടെത്തുന്നിടത്തായിരുന്നു താങ്കളുടെ തുടക്കം എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഏത് ഡിഗ്രിക്ക് ഏത് വിഷയമായിരുന്നു? അവിടെ നിന്ന് ആദ്യം എഴുതിയ പരീക്ഷ അതേതായിരുന്നു? ഡിഗ്രിക്ക് ശരിക്ക് എന്റെ ഞാൻ ഇപ്പം ആർട്സ് സബ്ജക്റ്റുകളിലാണ് ഞാൻ നെറ്റ് എല്ലാം ക്വാളിഫൈ. ഡിഗ്രിക്ക് എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള BSc MLT ആയിരുന്നു, അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് എന്നുള്ള ഒരു സംഭവമായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെയുള്ള ലൈബ്രറി, അതുപോലെ തന്നെ ആ സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള എസ്പെഷ്യലി ഈ ഒരു ക്വിസ് മത്സരങ്ങളിലേക്കെല്ലാം പങ്കെടുക്കാൻ തുടങ്ങുന്നത്. ആ ഒരു സമയത്താണ് സംഭവം ഈ ഒരു പഠനം ഒരു ലഹരിയായി മാറുന്നത്. പഠിക്കുക എന്നുള്ളത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് എന്ന് മനസ്സിലാക്കുന്നതും സത്യം പറഞ്ഞാൽ ആ ഡിഗ്രി കാലഘട്ടത്തിലാണ്. ഈ എപ്പോഴും കുറെ മത്സര പരീക്ഷകൾ എഴുതി ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു, ഒരു രീതിയിലും വിജയിക്കാൻ കഴിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിന്റെ ഫലം ഇപ്പോഴും കിട്ടിയിട്ടില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നവരുണ്ട്. അവർക്ക് എപ്പോഴും ഒരു മാതൃകയാണ് താങ്കൾ. പക്ഷേ താങ്കൾക്ക് അവർക്ക് നൽകാനുള്ള ഒരു ടിപ്പ്, എളുപ്പ വഴി ഒന്നിനുമില്ല എന്ന് പറയുമല്ലോ, ഒരു ടിപ്പ് എന്താണ് ഇത്തരത്തിൽ മത്സര പരീക്ഷകളെ നേരിടുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്പ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് മെത്തേഡ് ഇല്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവര് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും, അവര് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കും. അതായത് അവരെല്ലാം പലരും കരുതുന്നത് ഈ പഠിച്ച് ക്വാളിഫൈ ചെയ്ത ആളുകളെല്ലാം 100% പഠിച്ചിട്ടുള്ള ആളുകളാണ്, 10 തവണ റിവൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ്, എല്ലാമാണ് അവർ മറ്റൊരു റേഞ്ചിലുള്ള ഒരു പ്ലാനറ്റിലുള്ള ആളുകളാണ്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ദർ ഇസ് നോ പെർഫെക്റ്റ് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. ഞാൻ ക്വാളിഫൈ ചെയ്ത ഒരു എക്സാമിന് ഞാൻ 100% പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് പഠിക്കാത്തത് ഉണ്ടാവും, നമ്മൾ ഒരുപാട് റിവൈസ് ചെയ്യാത്ത ടോപ്പിക്കുകൾ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ് ഈ ഒരു പ്രിപ്പറേഷൻ മേഖലകളിൽ നിന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്താണോ മാക്സിമം കൊടുക്കാനുള്ളത് ആ ഒരു മാക്സിമം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ തന്നെ വന്ന ആ കോളേജ് കാലഘട്ടത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് PSc എഴുതുകയും ഞാൻ ആദ്യം എഴുതുന്ന PScയിൽ തന്നെ ഞാൻ ക്വാളിഫൈ ചെയ്യുന്നത്. അതിലാണ് ഞാൻ ഗവൺമെന്റ് ജോലിയിൽ കയറുന്നത്. അത് കോളേജ് കാലഘട്ടങ്ങളാണ്. അത് ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് PSc കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, വളരെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ടേംസ് ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ളത്. അപ്പം എനിക്ക് റാദർ ദാൻ ഒരു ടിപ്പ് എന്നുള്ളതിനേക്കാളേറെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളത്, ദർ ഇസ് നോ പെർഫെക്റ്റ് പ്രിപ്പറേഷൻ. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ ശ്രമിക്കുക. യു ഗീവ് ദ എക്സാം, ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ക്വാളിഫൈ, മേ ബി ടുഡേ ഓർ ടുമോറോ.
ഈ പഠന രീതി എങ്ങനെയാണ്? നമ്മളെപ്പോഴും ഈ മത്സര പരീക്ഷകൾക്കൊക്കെ എപ്പോഴും പരീക്ഷ എഴുതുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ റൂമിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഒട്ടിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി മറന്നു പോകാത്ത രീതിയിൽ അങ്ങനെ പഠിക്കുന്നവരുണ്ടാകുമല്ലോ. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായി നടക്കുന്നവരുണ്ടാകും, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവൈസ് ചെയ്ത് നടക്കുന്നവരുണ്ടാകും. താങ്കളുടെ ഒരു പഠന രീതി അതെങ്ങനെയാണ്? എന്റെ പഠന രീതി ഡെഫിനറ്റ്ലി അതൊരു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പഠന രീതിയാണ്. എസ്പെഷ്യലി കാരണം കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മളൊരു ഫിസിക്കൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു, ഓഫ്ലൈൻ പുസ്തകങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പേപ്പറിൽ എഴുതി വെക്കുന്നു, പല സ്ഥലങ്ങളായിട്ട് ഒട്ടിച്ചു വെക്കുന്നു. ഡെഫിനറ്റ്ലി എന്റെ കോളേജ് കാലഘട്ടങ്ങളിൽ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അത് നേരത്തെ നിങ്ങൾ ചോദിച്ച ടിപ്പുമായിട്ടൊക്കെ നമുക്ക് റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റും, നമുക്ക് പ്രിപ്പറേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആണ് എന്നുള്ളതാണ്. കാരണം മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫെസിലിറ്റീസ്, ഒരുപാട് കംഫർട്ട് ഡിജിറ്റൽ മെത്തേഡ് തരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഞാൻ ഏറ്റവും അവസാനമായിട്ട് 6ാമത്തെ സബ്ജക്റ്റിൽ നെറ്റ് എഴുതിയ എക്സാമിന്റെ 100% പ്രിപ്പറേഷൻ ഡിജിറ്റൽ ആയിരുന്നു. എനിക്ക് ആ ക്വാളിഫൈ ചെയ്ത സബ്ജക്റ്റിന്റെ ഒരു ഫിസിക്കൽ പുസ്തകം പോലും എന്റെ അടുത്തില്ല. ഒരു പുസ്തകത്തിൽ പോലും ഞാൻ എഴുതി നോട്ടുണ്ടാക്കിയിട്ടില്ല, ഒരു ഒട്ടിച്ചു വെച്ച നോട്ട് പോലും എനിക്കില്ല. ഒരു നത്തിങ് ദർ ഇസ് ഫിസിക്കൽ ഇൻ ദാറ്റ്. കംപ്ലീറ്റ് ഡിജിറ്റൽ ആണ്. ഡിജിറ്റൽ ആണെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഒരുപാട് പ്രൊവിഷൻ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഈസിയാണ്, ഡെഫിനറ്റ്ലി നമുക്ക് സെർച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്, നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വളരെ ഈസിയാണ്. മാത്രമല്ല ഡിജിറ്റലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ മത്സരങ്ങളും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകളാണ് എക്സാമിന് പഠിക്കുന്നത്. മാത്രമല്ല വളരെ കുറച്ച് ആളുകൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എങ്ങനെയാണ്, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക, എങ്ങനെ പഠിച്ചാലാണ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഞാൻ പറയും, സപ്പോസ് നമ്മൾ നെറ്റ് JRF എക്സാമിൽ 1% ആളുകൾക്കാണ് JRF കിട്ടുന്നത്. അതിന് വളരെ സിമ്പിൾ ലോജിക്ക് എന്താന്ന് ചോദിച്ചാൽ, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന 1% ആളുകളിൽ നിങ്ങൾ പെട്ടാൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടാൽ നമ്മൾ ക്വാളിഫൈ. ഇറ്റ്സ് എ സിമ്പിൾ ലോജിക്. ഏറ്റവും കൂടുതൽ സമയം പഠിച്ചിട്ടുള്ള 1% ആളുകളിലാവുക, ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചിട്ടുള്ള 1% നമ്മൾ പെടുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അവിടെയാണ് ഡിജിറ്റലിന്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. കാരണം എത്ര മണിക്കൂർ പഠിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ട ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം പഠിക്കുക. 3 മണിക്കൂർ പഠിക്കുന്നതിനേക്കാളേറെ നല്ലതാണ്, 4 അതിനേക്കാളേറെ നല്ലതാണ്, 5 വാട്ട് എവർ പോസിബിൾ ഫോർ യു ടു ദ മാക്സിമം. അവിടെയാണ് ഡിജിറ്റലിന്റെ ഒരു മെത്തേഡ് എന്നുള്ളത്. കാരണം ഫിസിക്കൽ പുസ്തകങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രിപ്പറേഷൻ ടൈമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് അക്സസിബിൾ എന്നുള്ളത്. നമുക്ക് ഏത് സമയത്തും നമ്മളെടുത്ത് ഫിസിക്കൽ പുസ്തകങ്ങൾ ഉണ്ടാവണമെന്നില്ല, ഏത് സമയത്തും നമുക്ക് ഇത് എടുത്ത് വായിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പഠനം ഒരു മൊബൈലിലേക്ക് മാറ്റുകയാണെങ്കിൽ, നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്ക് ബോധമുള്ള സമയത്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം നമുക്ക് ബോധമുള്ള സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഏറ്റവും എന്റെ പഠന രീതി ടു ദ ലേറ്റസ്റ്റ്, ഞാൻ ഫ്രം ദ കോളേജ് ടൈം ഇറ്റ്സെൽഫ് എന്ന് ഞാൻ പറയുന്നില്ല, എസ്പെഷ്യലി ഫ്രം ദ ലാസ്റ്റ് 1 or 2 years ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ. There is nothing a physical material or physical book for me. Okay. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 100% ആവണം എന്നൊന്നും ഞാൻ പൂർണ്ണമായിട്ട് നിർബന്ധം പറയില്ല. ഡെഫിനറ്റ്ലി ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ പറ്റാവുന്നത്ര ഡിജിറ്റൽ ആവുക, ബിക്കോസ് യു ഹാവ് എ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് ടു സ്റ്റഡി ഇൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. ഓക്കെ അനീസ്, നമ്മളെപ്പോഴും കുറേ തെറ്റായ കാര്യങ്ങൾ മാറി മാറി വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ പഠിച്ച് നല്ല ജോലി വാങ്ങി അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പഠിക്കുന്നത് തന്നെ ജോലിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ചെറിയ കുട്ടി തന്നെ നമ്മൾ കൊടുക്കുകയാണ് ആദ്യം തന്നെ. അനീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും പഠിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? അതിൽ ഡെഫിനറ്റ്ലി ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇന്ന് മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ കുട്ടികളെല്ലാം പ്രിപ്പയർ ചെയ്ത കാലത്ത് ഞാൻ ഉൾപ്പെടെ വളരെ വലിയ പ്രഷർ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ എന്താന്ന് പറഞ്ഞാൽ, വളരെ സ്പെസിഫിക് ആയിട്ട് ചില ജോലികൾ മാത്രമാണ് സേഫ് എന്നുള്ള ഒരു നോഷൻ, അല്ലെങ്കിൽ ഇവിടെ സിഗ്നിഫിക്കന്റ് എന്നൊരു നോഷൻ ഉണ്ടാക്കണം. ഇപ്പൊ നോർമലി നമ്മൾ പറയും ഗവൺമെന്റ് ജോലി എന്നുള്ളത്, അതുപോലെ പെർമനന്റ് ജോലി എന്നുള്ളത്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ മൊത്തം ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള ടോട്ടൽ ആയിട്ടുള്ള ഗവൺമെന്റ് റിലേറ്റഡ് പെർമനന്റ് ജോലി നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ പോപ്പുലേഷന് 2% മാത്രമുള്ള ഗവൺമെന്റ് ജോലി ഈ നാട്ടിലുള്ളൂ. എന്ന് പറഞ്ഞാൽ 92% ആളുകൾക്കും ഒരിക്കലും ഒരു പെർമനന്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ ജോലി ലഭിക്കാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ജോലിക്ക് ഇമ്പോർട്ടന്റ് ഇല്ല എന്നോ അത് റെസ്പെക്റ്റബിൾ അല്ലാത്ത ജോബാണോ എന്നല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾമോസ്റ്റ് എവറി ജോബ് ഈസ് റെസ്പെക്ട്ഫുൾ. നമ്മൾ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രയോറിറ്റിയോ ഒരു സിഗ്നിഫിക്കൻസോ ഒരു സ്പെസിഫിക് ആയിട്ട് അത്തരത്തിലുള്ള ഒരു ജോലിക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നത്. രണ്ടാമത്തെ കേസ്,
ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടില് എക്കണോമി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം AI അതുപോലെ റോബോട്ടിക്സ് ഇന്ന് ചെയ്യുന്ന പല ജോലികളും ഫ്യൂച്ചറിൽ ഇല്ലാണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒക്കെ ലേറ്റസ്റ്റ് വേർഷൻ ഒക്കെ കാരണമായിട്ട്. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ജോലികൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാൽ നമ്മൾ മാക്സിമം അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ പഠിക്കുക എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഞാൻ ഗവൺമെന്റ് ജോലി രാജിവെച്ചിട്ടുള്ള ഒരാളാണ്. ആ രാജിവെക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് അതൊരു റിസ്കി ഫാക്ടർ ആയിരുന്നു. ഐ എം റിസൈനിങ് ഫ്രം ദാറ്റ് പോസ്റ്റ്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് എന്നുള്ളത്. ബേസിക്കലി എനിക്ക് പഠിക്കാൻ ഇപ്പോൾ ഇഷ്ടമാണ്, പണിയെടുക്കാൻ ഇഷ്ടമല്ല. പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പണിയാണെങ്കിൽ, ഒരു ജോലിയാണെങ്കിൽ ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നോളേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ദർ മേ ബി ഡ്രൈവർലെസ് കാർസ്, ഡ്രൈവർലെസ് കാർ, ദർ മേ ബി റോബോട്ടിക് ഡോക്ടേഴ്സ്, ദർ മേ ബി റോബോട്ടിക് മെനി തിങ്സ്. പക്ഷെ നമ്മളെ നോളേജ് നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ അപ്സ്കിൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ബി ഹാവ് സ്കോപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ഞാൻ മാറുന്നതും, എനിക്ക് കിട്ടിയിരുന്ന ഗവൺമെന്റ് ജോലി പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്, ഞാൻ പാഷനായിട്ട് കണ്ടിരുന്ന ടീച്ചിങ് എന്നുള്ളത് ഒരു നോളജ് അക്വയർ ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റിലായിരുന്നു. അപ്പൊ ആ ഒരു ഗവൺമെന്റ് ജോലി എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് വാസ് എ റെസ്പെക്ടബിൾ ജോബ്. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യുകയാണ്. ബിക്കോസ് എന്റെ പാഷൻ പഠിപ്പിക്കുക, ടീച്ചിങ് എന്നുള്ളതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് പഠിപ്പിക്കുക, അതിന്റെ ഭാഗമായി പഠിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഞാൻ ആ ഒരു ജോലിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ ഇൻഫർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്നിപ്പോ ഏകദേശം 10,000-ലധികം സ്റ്റുഡൻസിന് നമുക്ക് ടീച്ച് ചെയ്യാൻ സോഫാർ ഇതുവരെ നമുക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു ലെവലിലാണ് ഞാൻ അതിൽ നിന്നൊരു മാറ്റത്തിലേക്ക്. അനീസ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ചോദ്യം എനിക്കുണ്ട്. ഇതുപോലെ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു തീരുമാനമാണ്. അത് ചില സമയത്ത് നമുക്കത് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നൊരു തീരുമാനം ആയിരിക്കില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ അനീസ് എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് ബാക്കിയുള്ളവരിലേക്ക്, ഇപ്പോൾ കുടുംബത്തിലുള്ളവരാകട്ടെ, അടുത്ത് നിൽക്കുന്നവരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ബന്ധുക്കളാകട്ടെ, അവരോട് ഈ കോൺഫിഡൻസ് എങ്ങനെയാണ് പകർന്നു കൊടുത്തത്? പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിൽ നിന്നും, ഇനി എന്താണ്, നീ എന്ത് കണ്ടിട്ടാണ് എന്നൊരു ചോദ്യമൊക്കെ വരാം. ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു കാര്യം അവിടെ എപ്പോഴും വരാം. എങ്ങനെയാണ് അവരെ മാറ്റിയെടുത്തത്, അവരോട് പറഞ്ഞത്? അതിൽ ഒരു രസകരമായ കാര്യം, നമുക്ക് ഒരിക്കലും 100% അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെനിക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ രാജിവെക്കുക എന്നുള്ളത് ഞാൻ എന്റെ പാർട്ട്ണറെ മാത്രമേ കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ദ ഹോൾ ഫാമിലിയെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഡെഫിനറ്റ്ലി എനിക്ക് അറിയാമായിരുന്നു ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബട്ട് സ്റ്റിൽ എന്റെ പാരന്റ്സോ ഫാമിലിയിലെ ആളുകളൊക്കെ പറയാറുണ്ട്, നീ ആ ഗവൺമെന്റ് ജോലി രാജിവെക്കേണ്ടതില്ലായിരുന്നു. എന്റെ കുടുംബത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ് എന്നോട് അന്ന് വളരെ ശക്തമായിട്ട് നീ ചെയ്തത് ശരിയല്ല, തെറ്റാണ് എന്നൊക്കെ പറയും. അവസാനം അദ്ദേഹം നിർത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ മകനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ റിലേറ്റീവിനെ ഞാൻ തുടങ്ങിയ കമ്പനിയിൽ ജോലി കൊടുത്തപ്പോൾ ഒക്കെയാണ്. അപ്പൊ ബേസിക്കലി I never convinced them because it will not be never possible. എന്റെ പാരന്റ്സ് ഒന്നും ഇപ്പോഴും പൂർണ്ണമായിട്ട് കൺവിൻസ്ഡ് അല്ല. ഈവൻ ദോ ഞാൻ ഇങ്ങനെ ഒരു നാഷണൽ റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും ചിലപ്പോ ഫാമിലിയിൽ പറഞ്ഞാൽ എന്നാലും നിനക്ക് ഗവൺമെന്റ് ജോലി രാജിവെക്കേണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. പൂർണ്ണമായിട്ട് അവരെ മാറ്റാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരുമ്പോ അതങ്ങ് മാറി കിട്ടും അല്ലേ? അതേസമയം എന്റെ പാർട്ണറെ ഞാൻ കൺവിൻസ് ചെയ്യും. അതെ, ആ പാർട്ട്ണർ എന്ന് പറയുമ്പോ അവരെ കുറിച്ച് കൂടി നമ്മളൊന്ന് പരാമർശിച്ചു പോകണം. അതൊരു അല്ലെ, നമുക്ക് കിട്ടിയൊരു പിന്തുണയാണല്ലോ. അവരെ കുറിച്ച് കൂടി പറയൂ. എത്രത്തോളം പിന്തുണ തരുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു ഈ ഒരു പഠന ലഹരിക്ക്? ഡെഫിനറ്റ്ലി ആ ഒരു കോളേജ് കാലം തൊട്ട് തന്നെ ഞാൻ പഠിക്കുന്നതിലേക്ക്, അതുപോലെ തന്നെ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ്, ഇപ്പൊ ഞാൻ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് മാറുകയാണ് എന്നുള്ള ആ സമയത്ത് എനിക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് ഇത്ര സബ്ജക്റ്റിൽ നമുക്ക് നെറ്റ് ഇല്ല, അതുപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ഇല്ല, നമുക്ക് ഇഫർ പോലെയുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ടല്ല, അതുപോലെ പെർമനന്റ് ഇൻകം എനിത്തിങ്. ആ സമയത്ത് ഞാൻ ഇത്തരത്തിലുള്ള ഈ ഒരു സ്വപ്നം പറഞ്ഞപ്പോ അതുവരെയുള്ള എന്റെ ഒരു കപ്പാസിറ്റി ഒക്കെ വെച്ച് ഡെഫിനറ്റ്ലി ഇറ്റ്സ് പോസിബിൾ ഫോർ യു. ഓക്കെ, നിങ്ങളെ കൊണ്ട് അത് പറ്റും. ഓക്കെ, യു ഹാവ് പ്രൂവൺ ബിഫോർ എന്നുള്ള രീതിയിൽ നമുക്ക്, ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ ഒരു, അതായത് ആ ഒരു പെർമനന്റ് ജോബിൽ നിന്ന് മാറിയിട്ടുള്ള അടുത്തൊരു സ്റ്റേജ് അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് 3 or 4 or 5 years എന്നുള്ളത് വളരെ ഒരു ടഫ് ആയിട്ടുള്ള ജേർണി ആയിരിക്കും. അറ്റ്ലീസ്റ്റ് എ ഫ്യൂ ഇയേഴ്സ്. എല്ലാ ദിവസവും വൈകിട്ട് രാത്രി നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ഓക്കെ, ബേസിക്കലി നമ്മൾ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം. നമ്മുടെ ഒരു വേനെ കുറിച്ച് നമുക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. തിരിച്ചെത്തുന്നത് ഇവരുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. ഇവര് നമ്മളോട് റെഗുലർ ബേസിസ്
ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു രാജിവെക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് മോർ ഫ്രസ്ട്രേറ്റഡ്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് അത്തരത്തിലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഐ ഹാഡ് ദ ഫുൾ സപ്പോർട്ട് ഫോർ ദാറ്റ്. ഓക്കെ, അതിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പല ഗവൺമെന്റ് ജോലികളുടെയൊക്കെ ഓപ്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ജോലികളിൽ നിന്നെല്ലാം ധൈര്യമായിട്ട് മാറി നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഡെഫിനറ്റ്ലി അത്തരത്തിലുള്ള, കാരണം നമ്മൾ ചെയ്യുന്നത് മറ്റുള്ള സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി ആസ് എ ഹ്യൂമൻസ് വി നീഡ് ദാറ്റ്. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ പലപ്പോഴും ഗൈഡ് ചെയ്യുക ചെയ്യുന്നുള്ളത് അവരാണ്. ഓക്കെ, അപ്പൊ ഫഹിമ എന്നാണ് പേര് അല്ലെ, പാർട്ട്ണറുടെ പേര് ഫഹിമ. ഫഹിമ എന്നാണ്. ഫഹിമയ്ക്ക് ഒരു കയ്യടി. ഒപ്പം അനീസ്, ഈ എപ്പോഴും പരീക്ഷ എഴുതുന്നവർ, ഈ പരീക്ഷ എഴുതി വിജയിക്കാൻ വിജയിക്കാനാകാത്തവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഭാഗ്യം എന്ന് പറയാറുണ്ട്. ഭാഗ്യമില്ലാതായിപ്പോയി. ഈ ഭാഗ്യം എന്നുള്ള വാക്കിനെ എങ്ങനെയാണ് കാണുന്നത് താങ്കളുടെ അനുഭവത്തിൽ നിന്ന്? ഞാൻ ഇതില് കാണുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭാഗ്യം എന്നുള്ളത് വിജയിക്കുന്ന ആളുകൾ അവരുടെ കഠിന പരിശ്രമത്തെ, ഹാർഡ് വർക്കിനെ വിനയത്തോടെ വിളിക്കുന്നതാണെന്ന് ഞാൻ പറയാറുണ്ട്. ഒന്ന്, ഭാഗ്യം എന്നുള്ളത് വിജയിക്കുന്ന ആളുകൾ അവരുടെ ഹാർഡ് വർക്കിനെ വളരെ വിനയത്തോടെ, ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ട് കിട്ടിയൊന്നുമില്ല, എന്റെ ഭാഗ്യം കൊണ്ടാണ് വിളിക്കാറുള്ളത് എന്ന് പറയാറുണ്ട്. ഇതുപോലെ തിരിച്ച് ഞാനും പറയാറുണ്ട്, പരാജയം എന്നുള്ളത് പലരും, അല്ലെങ്കിൽ വിധി എന്നുള്ളത് പലരും അവരുടെ മടിയെ അന്തസ്സോടെ വിളിക്കുന്നതാണെന്ന് പറയാറുണ്ട്. ഓക്കെ, അവരുടെ പഠിക്കാനുള്ള ഒരു മടിയെ. അപ്പൊ ഭാഗ്യത്തിൽ രണ്ട് ഫാക്ടർ. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ, ഒന്ന് പലപ്പോഴും പല ആളുകളും ചെയ്ത ഹാർഡ് വർക്കിന് വിനയത്തോടെ പറയുന്നതായിരിക്കും. ഇപ്പൊ എനിക്കും പറയാം, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എന്റെ ഭാഗ്യത്തിന് കിട്ടിയതാണ് എന്നുള്ളത്. രണ്ടാമത്തെ ഫാക്ടർ, ഡെഫിനറ്റ്ലി ദർ ഈസ് എ ഡെസ്റ്റിനി, ദർ ഈസ് എ വിധി, അല്ലെങ്കിൽ ദർ ഈസ് എ ഡിവൈൻ എന്നുള്ള ഫാക്ടർ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ നമുക്ക് വേണ്ട ഒരു ക്ഷമ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അൾട്ടിമേറ്റ്ലി ഞാനൊരു ചെറിയൊരു കഥ പറയാം. ചൈനീസ് ബാമ്പുവിന്റെ ഒരു കഥ പറയാം. ചൈനീസ് ബാമ്പു എന്ന് പറഞ്ഞാൽ ചൈനയിൽ കാണുന്ന ഒരു ബാമ്പുവാണ്. ഈ ബാമ്പു നമ്മൾ ആദ്യത്തെ വർഷം നമ്മള് നനച്ചാല് പാമ്പ് വളരില്ല. രണ്ടാമത്തെ വർഷം നനച്ചാലും പ്രത്യേകിച്ച് വളരൊന്നുമില്ല. മൂന്നാമത്തെ വർഷം നനച്ചാലും വളരില്ല. നാലാമത്തെ വർഷവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലായത്. അഞ്ചാമത്തെ വർഷം ഇത് നനച്ച് തുടങ്ങുമ്പോൾ വിത്തിൻ 2 to 3 weeks, വിത്തിൻ 2 to 3 months അത് ഒരുപാട് വളരും. ഓക്കെ, എക്സാക്ട് എനിക്ക് ഓർമ്മയില്ല, മോർ ദാൻ 20 or 30 meters ഒക്കെ വളരും. എന്ന് പറഞ്ഞാൽ ആ ചൈനീസ് ബാമ്പു അതിന്റെ ആദ്യത്തെ 4 വർഷം, അഞ്ചാമത്തെ വർഷത്തെ ഒരു റാപ്പിഡ് ഡ്രാസ്റ്റിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ വർഷം വെച്ചിട്ട് നമ്മൾ ആ നനക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി ദാറ്റ് ബാമ്പു വിൽ നോട്ട് ബി ഗ്രോ. അതുപോലെ തന്നെയാണ് ഭാഗ്യം എന്നുള്ള ഫാക്ടർ. ഞാൻ സിവിൽ സർവീസിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. ഞാൻ ഡൽഹിയിൽ പോയി പഠിച്ച് വളരെ കേരളത്തിലെ പ്രശസ്തമായ സ്ഥലത്തെ കൂടെ ഞാനത് ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭാഗ്യമില്ലായിരുന്നു. ഞാൻ പിന്നീട് മറ്റു ചില പരീക്ഷകൾ എഴുതുന്നു, ഞാൻ അത് ക്വാളിഫൈ ചെയ്യുന്നില്ല. അൾട്ടിമേറ്റ്ലി ഇന്ന് ഞാൻ മറ്റു തരത്തിലേക്കുള്ള പരീക്ഷകൾ എഴുതുമ്പോൾ ഞാൻ ക്വാളിഫൈ ചെയ്യുന്നു, നാഷണൽ റെക്കോർഡ് എന്നുള്ള ലെവലിലേക്ക് എത്തുന്നു. ഇന്ന് എനിക്ക് ഭാഗ്യമുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ പരിശ്രമങ്ങളെല്ലാം ഒരു സക്സസിലേക്ക്, ഒരു ഭാഗ്യത്തിലേക്ക് എത്തും. പക്ഷെ അത് പലപ്പോഴും നമ്മൾ അറ്റ് എ മൊമെന്റ് ആഗ്രഹിക്കുന്ന ഭാഗ്യമാണെന്നില്ല. അതായത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇനീഷ്യലി സിവിൽ സർവീസ് ആയിരുന്നെങ്കിൽ പോലും ഇന്ന് എനിക്ക് മനസ്സിലാവുന്ന എന്റെ ഭാഗ്യം അതായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭാഗ്യം ഈസ് വെയിറ്റിംഗ് പേഷ്യന്റ്ലി. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ ഭാഗ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് പേഷ്യന്റ്ലി, ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ബീങ് ചൈനീസ് ബാമ്പു. നിങ്ങളുടെ ചൈനീസ് ബാമ്പുവിന്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വർഷത്തിലാണ് നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഇതുവരെ ഭാഗ്യമില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്. ശരി അനീസ്, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അവസാനമായ ഒരു ചോദ്യം കൂടി, ഈ വിഷയങ്ങൾ എങ്ങനെയാണ് താങ്കൾ തിരഞ്ഞെടുത്തത്? ഈ നെറ്റിന് വേണ്ടിയിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അപ്പോൾ ആ വിഷയങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിയത്? താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണ്? എനിക്ക് സബ്ജക്റ്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു ലൈഫ് സിറ്റുവേഷനിൽ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആണ് എനിക്ക് ആവശ്യമെന്ന് തോന്നിയാൽ അത് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ബേസിക്കലി എന്റെ സർക്കിളിലുള്ള ആളുകൾ സൈക്കോളജി ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം സൈക്കോളജിയിലേക്ക് വരുന്നത്. ഇപ്പം എനിക്ക് കുറച്ച് റിലീജിയസ് പഠനം താല്പര്യം ഉള്ളത് കൊണ്ടാണ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയനിലേക്ക് വരുന്നത്. എനിക്ക് യാത്രകൾ ഇഷ്ടമുള്ള ഒരാളായിരുന്നു, അതുകൊണ്ടാണ് ടൂറിസത്തിലേക്ക് വരുന്നത്. ഓക്കെ, ഞാനൊരു സിവിൽ സർവന്റ് ആവാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്നത്.
ഇപ്പൊ ഞാനൊരു എയ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ CEO ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ബീങ് എ ബിസിനസ്, അപ്പൊ ബിസിനസ്സിൽ ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ, കൊമേഴ്സ് എന്നുള്ളത്, ബിസിനസ്സിൽ ഇമ്പോർട്ടന്റ് ആണ് മാനേജ്മെന്റ് എന്നുള്ളത്. അങ്ങനെയാണ് തെരഞ്ഞെടുത്തത്. ഇനി അടുത്തതായിട്ട് ഹോപ്പ്ഫുള്ളി ഐ ആം പ്ലേയിങ് ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡ്. ഐ വുഡ് ലൈക്ക് ടു സ്റ്റഡി എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വാട്ട് വിൽ ബി, നമ്മളിപ്പോഴുള്ള നമ്മുടെ ഒരു മൂവ്മെന്റിൽ നമുക്ക് ഏതാണ് നന്നായിട്ട് സഹായിക്കുക, അതിനനുസരിച്ച് എന്റെ ഇൻട്രസ്റ്റ് മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റാറുണ്ട്. ഓക്കെ, താങ്ക് യു അനീസ്. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. താങ്കൾക്ക് ഇനിയും വിദ്യാഭ്യാസത്തിൽ ഒരുപാട് റെക്കോർഡുകൾ നേടാൻ കഴിയട്ടെ, മുന്നോട്ട് പോകാൻ കഴിയട്ടെ, ഒരു തടസ്സവുമില്ലാതെ. നന്ദി. ഇടവേള. രാജ്യത്തെ കോവിഡ് ജാഗ്രത വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ജാഗ്രത പാലിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് യോഗശേഷം മൻസുഖ് മാണ്ഡവ്യ ട്വീറ്റ് ചെയ്തു. കരുതൽ ഡോസ് എടുക്കുന്നതിൽ വീഴ്ച പാടില്ലെന്ന് നീതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ യോഗത്തിൽ പറഞ്ഞു. മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും വിദഗ്ധരും യോഗത്തിൽ പങ്കെടുത്തു. ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു യോഗം. കോവിഡ് വകഭേദം കണ്ടെത്താൻ സംസ്ഥാനാടിസ്ഥാനത്തിൽ ജനിതക ശ്രേണീകരണം നടത്താൻ കേന്ദ്രം ഇതിനോടകം സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് യോഗം ചേരും. ആരോഗ്യ സംവിധാനങ്ങളുടെ സ്ഥിതിയും വിലയിരുത്തും. ഭാരത് ജോഡോ യാത്രയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനും കത്തയച്ചു. മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കണം, നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ യാത്ര മാറ്റിവെക്കണമെന്നും ആരോഗ്യമന്ത്രി ആവശ്യപ്പെടുന്നു. ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലി നടത്തുമ്പോൾ ഇതൊന്നും ബാധകമായിരുന്നില്ലല്ലോ എന്നാണ് കോൺഗ്രസിന്റെ മറുചോദ്യം. ക്രിസ്മസ് അടുത്തതോടെ പുതിയ ക്രിസ്മസ് ആൽബങ്ങളും പുറത്തിറങ്ങി തുടങ്ങി. ഒപ്പം കവർ സോങ്ങുകളും ഒരുങ്ങുകയാണ്. ശ്രേയ അന്ന ജോസഫും അനശ്വര അനിലും ചേർന്നൊരുക്കിയ ഒരു ക്രിസ്മസ് കവർ സോങ്ങിൽ ലോക ശൌചാലയ ദിനത്തിൽ നെറ്റ്വർക്ക് 18-ഉം റെക്കിറ്റും സംയുക്തമായി 8 മണിക്കൂർ നേരത്തെ ടെലിത്തോൺ സംഘടിപ്പിച്ചു. മികച്ച ശുചിത്വത്തിന് മിഷൻ സ്വച്ഛത ഓർ പാനി എന്നതാണ് ക്യാമ്പയിന്റെ ആപ്തവാക്യം. ക്യാമ്പയിനിൽ മുതിർന്ന സർക്കാർ പ്രതിനിധികൾ, ചലച്ചിത്ര താരങ്ങൾ, ശുചിത്വ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ടെലിത്തോണിൽ പങ്കെടുത്ത അക്ഷയ് കുമാറിന്റെ വാക്കുകൾ കേൾക്കാം. मुझे लगता है जो भी टॉयलेट जाता है वो उसे खुद साफ करेगा और उसको बराबर रखेगा, वो उसकी जिम्मेदारी होगी। याद रखना, क्योंकि क्या लिखा है वहाँ, मिलकर ले हम ये जिम्मेदारी, है ना, ये हम सबने मिलके करना है। पूरा का पूरा परिवार अगर साथ में मिलके करेगा तभी ही सफाई हो सकती है। उसी तरह पूरा देश भी मिलके जब सफाई करेगा, उस जिम्मेदारी लेगा, तो ही सफाई हो सकती है। ലേഡീസ് ബാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.